ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. കാക്കകൾ നമ്മളുടെ പൂർവികരാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് സത്യമായിട്ടുള്ള കാര്യമാണോ? ഇതൊക്കെ നമുക്ക് അസ്ട്രോളജിക്കലി ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്പിരിച്വാലിറ്റിയും കുറച്ച് വിശ്വാസത്തിന്റെ തലങ്ങളും ഒക്കെ വരുന്നതാണ്. കാക്കകൾ എല്ലായിടത്തും ഉണ്ട്. ഒരു പക്ഷിയാണ്. കാക്കകളുടെ കാരകത്വം വരുന്നത് ശനിയുടെ കാരകത്വമാണ് അസ്ട്രോളജിക്കലി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാക്കകൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മളുടെ കാഴ്ചയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം ക്ലീനിങ് ആണ്. ശുചിയാക്കുക, വൃത്തിയാക്കുക എന്ന് പറയുന്ന തൊഴിൽ ചെയ്യുന്ന ആളുടെയും കാരകത്വം എന്താണ്? ശനിയാണ്. ഒരു ക്ലീനിങ് ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യുന്ന ഒരു പുരുഷൻ, ഈ ജോലികളൊക്കെ നമ്മൾ 6ാം ഭാവം കൊണ്ട് ജോലിയും 10ാം ഭാവം കൊണ്ട് തൊഴിലും ചിന്തിക്കുമ്പോൾ 6ാം ഭാവത്തിൽ ശനി നിൽക്കുക. ആ നിൽക്കുന്ന രാശി ഏത് ഗ്രഹത്തിന്റെ രാശിയാണോ ആ ഗ്രഹത്തിന്റെ രാശിക്ക് അധീനമായ സ്ഥലത്ത് ക്ലീനിങ് മുതലായിട്ടുള്ള ജോലികൾ ചെയ്യാനും സാധ്യതയുണ്ട്. ക്ലീനിങ് തന്നെ അല്ല, ക്ലീനിങ് മാത്രമല്ല ശനിക്ക് പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇരുമ്പ് പണി, പല ജോലികൾ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റുള്ള ഗ്രഹത്തിന്റെ കോമ്പിനേഷൻ എടുത്തിട്ടാണ് അസ്ട്രോളജിയിൽ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ക്ലീനിങ് എന്ന് പറയുന്ന കാരകത്വം ശനിക്കുള്ളതിനാൽ കാക്കകള് പരിസരമൊക്കെ വൃത്തിയാക്കുന്നത് കൊണ്ട് ക്ലീനിങ് എന്ന് പറയുന്ന കാരകത്വം, അതായത് ശനിയുടെ കാരകത്വം കാക്കയ്ക്ക് ആരോപിക്കപ്പെടുന്നു. ആരോപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാക്ക ശനിയുടെ കാരകത്വത്തിൽ ആണ് അസ്ട്രോളജിക്കലി ഡീകോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പരാശരനൊക്കെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാക്കകള് നമ്മുടെ പൂർവികരാണെന്ന് പറയുന്നുണ്ട്. പൂർവികർ അത് നിങ്ങൾ ഗരുഡ പുരാണം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ഗരുഡ പുരാണ പ്രകാരമാണ് പിതൃകർമ്മങ്ങളൊക്കെ കോമൺ ആയിട്ട് അനുഷ്ഠിക്കുക. മരണപ്പെട്ട് കഴിഞ്ഞാല് അതിന് ചെയ്യുന്ന പിണ്ഡവിധികളും അന്നേ ദിവസം ചെയ്യുന്ന പഞ്ചപിണ്ഡാദികളും അതിനുശേഷം ചെയ്യുന്ന ദശ പിണ്ഡവിധാനങ്ങളും സബിണ്ടി കർമ്മങ്ങളും അതിന് ശേഷം 41 കഴിയുമ്പോൾ ത്രൈപാക്ഷിക കർമ്മങ്ങളും ഇങ്ങനെയൊക്കെ പറയുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിലെല്ലാത്തിലും പിണ്ഡം വയ്ക്കുന്ന സമയത്ത് കാക്കയാണ് പിണ്ഡമെടുക്കാൻ സാധാരണ രീതിയിൽ കണക്കാക്കുന്നത്. പിണ്ഡമെടുക്കുക എന്ന് പറയുന്നത് കാക്കയാണ് എടുക്കുന്നത്. കാക്ക പിണ്ഡം എടുത്തു കഴിഞ്ഞാല് പിതൃക്കള് സൗഖ്യരായി സംഭൂച്ചിരായി എന്നും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. കാക്ക പിണ്ഡം എടുത്തില്ലേ ദോഷമാണ്, പിതൃക്കൾ വന്നില്ല എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ മറ്റൊരു ചാനലായ അമാനുഷിക ലോകം എന്ന് പറയുന്ന ചാനലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമാവാസിയുടെ പ്രത്യേകത അത് കുറച്ചും കൂടി മാന്ത്രിക തലവും കുറച്ചും കൂടി ഒരു മിസ്റ്റിക് ടൈപ്പ് ഓഫ് ഡെപ്തിലുള്ള ചില കൺസെപ്റ്റുകളും സിദ്ധർ കൺസെപ്റ്റുകളും അടങ്ങിയ ചാനലായതുകൊണ്ട് അതിൽ വേറെ തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ അസ്ട്രോളജിക്കലി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ കാക്ക പൂർവികരാവുമോ? കാക്ക എങ്ങനെ പൂർവികരാവുന്നത്? അങ്ങനെ എല്ലാവരും നമ്മൾ മരിച്ചു പോകുന്ന എല്ലാവരും കാക്കയായിട്ട് ജനിക്കണ്ടേ? ജ്ഞാനപ്പാനയിൽ വരെ പറഞ്ഞിട്ടുണ്ട്, പുഴുവായി, മരമായി, മരത്തിൽ കഴിഞ്ഞു ഞാൻ, ജലത്തിൽ കഴിഞ്ഞു ഞാൻ, മരമായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. തമിഴിലൊരു പാടലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓടി 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 ഉൾക്കലന്ത ജ്യോതിയേ, നാടി 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 നാൾക്കലും കഴിന്തു പോയി, വാടി 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 വാഴ്ന്നു പോന മാന്തർക്കൾ, കോടി 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 എന്നിറந்த കോടിയേ. കോടാനുകോടി യോനികളിലെ, കോടാനുകോടി ഗർഭങ്ങളിലെ ജനിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മനുഷ്യനല്ല, കോടാനുകോടി ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് മനുഷ്യജന്മമെന്നും മനുഷ്യൻ വീണ്ടും ഇനിയും കോടി ജന്മങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടെന്നും അത് പല യോനികളിൽ പോയി പിറക്കാമെന്നും, അതായത് പല ജീവികളായിട്ട് ജനിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. ആ കോടി കോടി ജന്മങ്ങൾ ഇനിയും എടുക്കാതിരിക്കാൻ വേണ്ടി
ചിത്തൻ പറയുന്ന കാര്യങ്ങൾ അറിയാനൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ കാക്കയായിട്ട് എല്ലാവരും ജനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കാക്കളുടെ തന്നെ ഓരോരുത്തരും ചത്തു പോകുമ്പോ കാക്കളുടെ തന്നെ അങ്ങനെ കൂടും. അപ്പൊ പിന്നെ അതിന് ഒരു സൈക്കോ കോസ്മിക് ആയിട്ടുള്ള മിത്തിക്കൽ ആയിട്ടുള്ള കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആത്മാവ് ശരീരം വിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ കോസ്മിക് ബോഡി അടുത്ത ഫിസിക്കൽ ബോഡി എടുക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു ടൈം ഉണ്ട്. ആ ടൈമില് അതിനെ ആവേശം ചെയ്യാന്ന് പറയും. ആവേശം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തില് വേറൊരു ആത്മാവ്, ഇപ്പൊ നമ്മുടെ സ്വന്തം ആത്മാവല്ലാണ്ട് വേറൊരു ആത്മാവ് കയറുന്നതിനാണ് ആവേശിക്കുക എന്ന് പറയുക. ഇപ്പോ ഈ വെളിച്ചപ്പടക്കത്തുള്ളനൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ആവേശിച്ച് തുള്ളുന്നതെന്നാണ് കൺസെപ്റ്റ്. അതിനെ ആവേശിച്ച് തുള്ളുന്ന ആളെ നമ്മള് പാരസൈക്കോളജി പറയുന്നത് മീഡിയം എന്നാണ്. അങ്ങനെ ഒരു മീഡിയമായിട്ട്, അതായത് കാക്ക എന്ന ജീവിയില് കാക്കയ്ക്ക് ഒരു ആത്മാവുണ്ട് എന്തായാലും കാക്ക ജനിക്കുമ്പോ. അതല്ലാതെ പൂർവികരുടെ ആത്മാവ്, ഗതി കിട്ടാത്ത ആത്മാവ്, ഗതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം കിട്ടാത്ത ആത്മാക്കള്, ജന്മം എടുത്തവര് പുതിയ ശരീരം എടുത്ത് പോയല്ലോ, അടുത്ത ജന്മം കിട്ടാത്ത ആത്മാക്കള് ചില ദിവസം, അതായത് അമാവാസി ദിവസങ്ങൾ, പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കാക്കയിൽ ആവേശിക്കപ്പെട്ട് വന്ന് നമ്മൾ കൊടുക്കുന്ന അന്നം തിന്നുമെന്ന ഒരു വിശ്വാസവും ഉണ്ട്. ഇത് മാത്രമല്ല വിശ്വാസം, വേറെ പല തരത്തിലുള്ള വിശ്വാസവും ഉണ്ട്. അപ്പൊ ആത്മാക്കൾക്ക് കയറാനുള്ള ഒരു മീഡിയമായിട്ട് കാക്ക വർത്തിക്കുന്നുവെന്ന് കണക്കാക്കാം. രണ്ട്, ഞാൻ പറഞ്ഞു ശനിയുടെ കാരകത്വമാണ്, ക്ലീനിങ് എന്ന് പറയുന്ന കാരകത്വമാണ്. അല്ലാണ്ട് എല്ലാവരും മരിച്ചാൽ ഇപ്പൊ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കാക്കയായിട്ട് ജനിക്കുന്നു പറഞ്ഞാല് എന്തോരം കാക്കകളായിരിക്കും അല്ലെ? എല്ലാവരും കാക്കയായിട്ട് ജനിച്ചാൽ പിന്നെ മനുഷ്യൻ കഴിഞ്ഞ കാക്കയാണോ ജന്മം? പൂർവീകര് കാക്കയായിട്ട് ജനിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് ശേഷം വരുന്ന ആളുകളുടെ പൂർവീകര് നമ്മളല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കാക്കയാവൂലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലതും വിശ്വാസമാണ്. എന്നാൽ ഞാൻ പറയാറുണ്ട്, അസ്ട്രോളജി ഹാസ് ആൻ ആസ്ട്രോളജിക്കൽ ലോജിക് ആൻഡ് സ്പിരിച്വാലിറ്റി ഷുഡ് ബി ഹാവ് എ സ്പിരിച്വൽ ലോജിക്. അപ്പോ ഒരു ലോജിക്ക് വേണം അസ്ട്രോളജിക്കലി ലോജിക്ക് വേണം ഒരു ഗ്രഹത്തെ പറയുമ്പോൾ. അല്ലാണ്ട് പ്രമാണം കാണാപ്പാടം പഠിച്ച് അങ്ങനെ വെച്ചിട്ട് എന്തുകൊണ്ടാണ്, എന്ത് കോൺസെപ്റ്റിലാണ് വന്നേക്കുന്നത്? ഒരു ലാംഗ്വേജ് ഉണ്ടാക്കുമ്പോൾ ആ ലാംഗ്വേജിന് ഒരു ലോജിക് ഉണ്ടാവും. ഇപ്പൊ C++, ജാവ എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെ ഒരു ലോജിക് ഉണ്ട്. അത്തരത്തിലൊരു ലോജിക്ക് അസ്ട്രോളജിയിലും ഉണ്ട്, സ്പിരിച്വാലിറ്റിയിലും ഉണ്ട്. അപ്പൊ ഇക്കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്. എങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പൂർവികരാണോ? അപ്പോ ഈ ഒരു വാഹനമായത് കൊണ്ട് വേറൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഗതി കിട്ടാത്ത ആത്മാക്കൾ, അതായത് അടുത്ത ജന്മം എടുക്കാത്ത ആത്മാക്കള് ചില സമയങ്ങളിൽ പ്രകൃതിയിൽ മാറ്റം ഉണ്ടാവുന്ന സമയങ്ങൾ ഉണ്ടല്ലോ, ചില അമാവാസി ദിവസങ്ങളിൽ, എല്ലാ അമാവാസിയും അല്ല, ചില അമാവാസി ദിവസങ്ങളിൽ കാക്കയിലേറി വന്നേക്കാം. അപ്പൊ നിങ്ങൾ അമാവാസി പൗർണമിയോ തിഥികളോ വാരങ്ങളോ നക്ഷത്രങ്ങളോ നോക്കണമെന്നില്ല. അപ്പൊ നോക്കുന്ന ആളുകള് ചിലപ്പോ അമാവാസി ദിവസമാണ് ഈ കാക്ക വരുന്നതെങ്കിൽ ചിലപ്പോ അതിൽ പൂർവികര് ഏറി വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരില്ലേ ഈ ലോജിക് കൊണ്ട്. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് കാക്കയെ തല്ലി ഓടിക്കല്ലേ, ചിലപ്പോൾ നിങ്ങളുടെ പൂർവികരായിരിക്കും, അവർക്ക് അന്നം കൊടുക്കൂ എന്ന് പറയുന്നത്. അപ്പൊ സപ്പോസ് 3 കണ്ടീഷൻസ് ശരിയായി വരികയാണെങ്കിൽ, അതായത് അമാവാസി ദിവസം ഒരു കാക്ക വന്നിരിക്കുന്നു, നിങ്ങൾ അതിന് അന്നം കൊടുക്കുന്നു, അത് നിങ്ങളുടെ ആയിരിക്കുന്നു, ഇത്രയും കണ്ടീഷൻസ് ഒത്തു വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ? അങ്ങനെ വന്നൊന്നില്ല, ചിലപ്പോൾ വെറും കാക്കയായിരിക്കും വന്നിരിക്കുന്നത്, പൂർവികരായിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ കാക്ക വന്നാലും നിങ്ങൾ ആ കാക്കയ്ക്ക് ഫുഡ് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അസ്ട്രോളജിക്കലി പറഞ്ഞാൽ കാക്ക ശനിയുടെ കാരകത്വമായതുകൊണ്ട് ശനി ദോഷമുള്ളപ്പോൾ ആ ദോഷം നീങ്ങാനായിട്ട് ശനിയുടെ കാരകത്വമുള്ള ആളുകൾക്ക് ദാനങ്ങൾ നൽകുന്നത് ശനി ദോഷത്തെ കുറയ്ക്കും എന്ന് പറയുന്നു. ഒന്നുകൂടി എടുത്തു പറയാം, നിങ്ങൾക്ക് ശനി ദോഷമാണെങ്കിൽ ശനിയുടെ കാരകത്വമുള്ള ആളുകൾക്കോ ജീവികൾക്കോ നിങ്ങൾ ദാനം നൽകുന്നത്
നല്ലതായിരിക്കും. അപ്പോൾ ആ ശനിയുടെ കാരകത്തുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. കണ്ടന്റ് ഇങ്ങനെ സ്പ്രെഡായി പോകും, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല. ശനിയുടെ കാരകത്തുള്ള ഒരു ജീവിയാണ് കാക്ക. ആ കാക്കയ്ക്ക് അന്നം മൂട്ടുമ്പോൾ നമ്മുടെ ശനി ദോഷം കുറയും. കാരകത്വേന കാരകത്വേ, കാരകത്വേന കാരകത്വേ എന്ന് പറയുന്ന അനുസരിച്ച് ഞാൻ അതിന്റെ പ്രമാണം പിന്നെ പറയും. കാരകത്വം ഏതിനാണോ ഉള്ളത് ആ കാരകത്വത്തിന്റെ ദോഷം മാറാനായിട്ട് അതേ കാരകത്വത്തിലുള്ള ഒന്നിനെ സെർവ് ചെയ്യുക, ഒന്നിനെ ദാനാദികൾ ചെയ്യുക, സഹായങ്ങൾ ചെയ്യുക. ഇത് കാരകത്വ ദോഷത്തെ കുറയ്ക്കും എന്നാണ് പ്രമാണം. അപ്പൊ അത്തരത്തില് നോക്കുകയാണെങ്കിൽ ശനി പിടിച്ചിരിക്കുകയാണെങ്കിൽ ശനിയായിട്ടിരിക്കുന്ന ഒരുത്തനെ, ശനി പിടിച്ചിരിക്കുന്ന വേറെ ഒരുത്തനെ, അല്ലെങ്കിൽ ഒരുത്തൻ ശനി തന്നെയാണെന്ന് വിചാരിക്കുക, കാക്ക ശനിയാണെന്ന് പറയുന്ന മാതിരി കാക്ക ശനി തന്നെയാണെന്ന് വിചാരിക്കുക. ഈ ശനിയുടെ വാഹനം എന്നൊക്കെ കാക്കയെ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും നോക്കേണ്ടി വരും. അപ്പൊ ശനിയായിരിക്കുന്ന ഒന്നിന് സഹായങ്ങൾ ചെയ്യുക, ദാനങ്ങൾ ചെയ്യുക, അന്നദാനം, എന്ത് ദാനം ചെയ്താലും അത് ഗുണപ്രദമായി വരുമെന്ന് വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ ചില ഗുണം കിട്ടും. ഇനി ഒരു ഗുണമില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പരിസരം വീടൊക്കെ വൃത്തിയാക്കുന്ന കാക്കയെ വൃത്തിയാക്കാൻ അനുവദിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്തീശ്വരായ നമഃ.